കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണ വില തമിഴ്നാട്ടിലെ മില്ലുകാർ വീണ്ടും വർദ്ധിപ്പിച്ചു. ക്വിന്റലിന് 32,000 രൂപയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മഴ കാരണം ഏലം, റബ്ബർ മേഖലയിൽ ആശങ്ക. തമിഴ്നാട്ടിലെ വ്യവസായികൾ തുടർച്ചയായ രണ്ടാം ദിവസവും വെളിച്ചെണ്ണ വില ക്വിന്റലിന് 675 രൂപയാണ് ഉയർത്തിയത്. ഇതോടെ കാങ്കയത്ത് വെളിച്ചെണ്ണ വില 34,650 രൂപയായി. ഈ നീക്കം മൂലം കൊച്ചിയിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ 6ാം ദിവസവും ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 32,000 രൂപയിലെത്തി. ശാന്തമ്പാറയിൽ നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്കാരിൽ നിന്നും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും അന്വേഷണങ്ങളെത്തി. ഇതിനിടയിൽ മഴ കനത്തതോടെ ആശങ്കയിലാണ് ഒരു വിഭാഗം കർഷകർ. ആകെ 10,326 കിലോഗ്രാം ഏലക്ക എത്തിയതിൽ 7,877 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾക്ക് കിലോ 2,251 രൂപ, മികച്ച ഇനങ്ങൾ 2,698 രൂപ. കനത്ത മഴ ഏതാനും ദിവസങ്ങൾ തുടരുമെന്ന വിലയിരുത്തൽ കണക്കിലെടുത്താൽ ഈ വാരം റബ്ബർ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നിർബന്ധിതരാവും. ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 196 രൂപയിൽ നിന്നും 1 രൂപ കൂട്ടി. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വില മാറി മാറി വന്നു. ചൈനയിലും സിംഗപ്പൂരിലും റബ്ബറിന് തളർച്ച സംഭവിച്ചപ്പോൾ ജപ്പാനിൽ ഉൽപ്പന്ന വില ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഇതാദ്യമായി പാലിന് താങ്ങുവില പ്രഖ്യാപിച്ച് ഹിമാചൽ സർക്കാർ. ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്താനാണ് സർക്കാരിന്റെ നിർണായക തീരുമാനം. കന്നുകാലി വളർത്തൽ പ്രധാന വരുമാന മാർഗമായ സംസ്ഥാനത്ത് ക്ഷീരകർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് ഈ തീരുമാനം. ഹിമഗംഗ യോജന എന്ന പദ്ധതി പ്രകാരം ലിറ്റർ 1-ന് 51 രൂപ നിരക്കിൽ പശുവിൻ പാലും ലിറ്ററിന് 61 രൂപ നിരക്കിൽ എരുമപ്പാലും സംഭരിക്കും. ആട്ടിൻപാലിന് 70 രൂപയാണ് താങ്ങുവിലയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷീരകർഷകർക്ക് സുസ്ഥിര വരുമാനം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കണക്കനുസരിച്ച് 38,400 കർഷകരിൽ നിന്ന് ഏകദേശം 2.25 ലക്ഷം ലിറ്റർ പാലും 1,482 കർഷകരിൽ നിന്ന് ഏകദേശം 7,800 ലിറ്റർ എരുമപ്പാലും 15 കർഷകരിൽ നിന്ന് 100 ലിറ്റർ ആട്ടിൻപാലും ദിവസവും സംഭരിക്കുന്നുണ്ട്. ഹിമഗംഗ യോജന വഴി ക്ഷീരമേഖലയുടെ അടിത്തട്ടിൽ നിന്ന് തന്നെ സമഗ്രമായ വ്യത്യാസം കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും അവർ ഗ്രാമങ്ങളിൽ ക്ഷീരമേഖലയിലെ സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കൊക്കോ വില കൂപ്പുകുത്തി. 1000-ന് മുകളിൽ കഴിഞ്ഞ വർഷം വിലയുണ്ടായിരുന്ന ഉണക്ക ബീൻസ് 300-ലേക്കാണ് കൂപ്പുകുത്തിയത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഉണങ്ങിയ കൊക്കോയ്ക്ക് കിലോയ്ക്ക് 400 രൂപ വരെ വിലയുണ്ടായിരുന്നെങ്കിൽ നിലവിൽ 250 രൂപ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. പച്ചക്കൊക്കോയ്ക്ക് 140 മുതൽ 150 രൂപയായിരുന്നു നേരത്തെ വിലയെങ്കിൽ നിലവിൽ 80 മുതൽ 90 രൂപയ്ക്കാണ് വ്യാപാരികൾ വാങ്ങുന്നത്. കൊക്കോ ബീൻസിന് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ടണ്ണിന് $8,000 വില. പ്രധാന കൊക്കോ ഉൽപാദന രാജ്യങ്ങളായ ഐവറി കോസ്റ്റ്, ഘാന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോലും കർഷകർക്ക് ഈ വില ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നത് കിലോയ്ക്ക് 250 മുതൽ 300 രൂപ വരെ മാത്രം. അന്താരാഷ്ട്ര വിപണി വിലയനുസരിച്ച് കുറഞ്ഞത് നിലവിൽ 750 മുതൽ 800 രൂപ വരെയെങ്കിലും ലഭിക്കേണ്ട സ്ഥാനത്താണ് തുച്ഛമായ ഈ വില ലഭിക്കുന്നത്. കാഡ്ബറി, കാംകോ, ജിൻഡാൽ, മോർഡെ തുടങ്ങിയ കമ്പനികളാണ് സംസ്ഥാനത്ത് കൂടുതലായും കൊക്കോ സംഭരിക്കുന്നത്. ഇവർ വിപണിയിൽ നിന്ന് വിട്ടുനിന്ന് വിലയിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മഴക്കാലമായതിനാൽ ഗുണനിലവാരമില്ലെന്ന കാരണമാണ് പറയുന്നതെങ്കിലും കർഷകരെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിൽ. ഇത്തവണ വിലയിടിക്കാനായി മുൻപെങ്ങും പറയാത്ത കാരണങ്ങളാണ് ഇവർ നിരത്തുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ മാറ്റം. ഈ വർഷത്തെ ആദ്യ സീസണിൽ 5 വിളകൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി അറിയിച്ചു. തെങ്ങും റബ്ബറും തേയിലയും കാപ്പിയും ഏലക്കയുമാണ് ഈ വർഷത്തെ ഖാരിഫ് സീസണിൽ നിന്ന് ഒഴിവാക്കുന്ന 5 നാണ്യവിളകൾ. ഖാരിഫ് രജിസ്ട്രേഷൻ തുടങ്ങാനിരിക്കെ ഈ വിളകൾക്ക് തൽക്കാലം രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി അധികൃതർ അറിയിച്ചു. 2023-ൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റബ്ബറും തെങ്ങും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടത്. എന്നാൽ വിവിധ ബോർഡുകളുടെ കീഴിലുള്ള വിളകളായതിനാൽ ആനുകൂല്യങ്ങൾക്കും കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള മാനദണ്ഡങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ വിളകൾക്കും ഇൻഷുറൻസിൽ ഉൾപ്പെടുന്ന ആനുകൂല്യങ്ങളും കാലാവധിയും നിശ്ചയിക്കുന്നത്. ഖാരിഫ് സീസൺ രജിസ്ട്രേഷൻ ജൂൺ 30-നാണ് അവസാനിക്കുന്നത്. ഈ തീയതിക്കുള്ളിൽ തീരുമാനമുണ്ടായെങ്കിൽ കർഷകർക്ക് ഈ വർഷം രജിസ്ട്രേഷൻ ചെയ്യാനാകില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
തേയില പച്ചക്കൊളുന്ത് ഉൽപാദനവും വിലയും ഉയർന്നതോടെ ഇടുക്കിയിലെ തേയില കർഷകർ പ്രതീക്ഷയിൽ. നിലവിലെ വില തുടർന്ന് ലഭിച്ചാൽ ഈ വർഷം തേയില കൃഷിയിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഇടുക്കിയിലെ വാഗമൺ, പൂപ്പാറ, മൂന്നാർ, ദേവികുളം, ചിന്നക്കനാൽ, പീരുമേട്, ഏലപ്പാറ തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങളിലെ പച്ചക്കൊളുന്ത് ഉൽപാദനമാണ് കുത്തനെ ഉയർന്നിരിക്കുന്നത്. ഈ വർഷം മെയ് ആദ്യവാരം ലഭിച്ച മഴ ഉൽപാദന വർധനയ്ക്ക് കാരണമായി. പച്ചക്കൊളുന്ത് ഉൽപാദനം കൂടിയതോടെ വിലയും ഉയർന്നു. നിലവിൽ കിലോഗ്രാമിന് 18 മുതൽ 26 രൂപ വരെയാണ് വില. ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൊളുന്തിന് ഏജന്റുമാർ നൽകുന്നത് 16 മുതൽ 20 രൂപ വരെയാണ്. എന്നാൽ വൻകിട ഫാക്ടറികളിലേക്ക് നേരിട്ടെത്തുന്ന കൊളുന്തിന് 24 മുതൽ 26 രൂപ വരെ ലഭിക്കുന്നു. ചെറുകിട കർഷകർക്ക് നേരിട്ട് ഫാക്ടറികളിലേക്ക് കൊളുന്തെത്തിക്കാനായാലും പലപ്പോഴും ഗുണനിലവാര പ്രശ്നം ആരോപിച്ച് വില കുറയ്ക്കുന്നുണ്ട്. ഏജന്റുമാരും ഫാക്ടറി ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയാണിതെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. എങ്കിലും ഗുണമേന്മയുള്ള പച്ചക്കൊളുന്തിന് നിലവിൽ ലഭിക്കുന്ന വില മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ്. മുൻപ് 8 രൂപ മുതൽ 14 രൂപ വരെയായിരുന്നു വില. ഇപ്പോൾ വില 20 രൂപയായി ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിവകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കമായി. സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കറി തൈ നട്ടാണ് തുടക്കം കുറിച്ചത്. വിഷരഹിത പച്ചക്കറി ഓണത്തിന് വീടുകളിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണത്തിന് സദ്യ ഒരുക്കാൻ ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്നതാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി വിജയം കണ്ടതിനെ തുടർന്നാണ് ഓരോ വർഷവും കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴുതന നട്ടുകൊണ്ടാണ് ഇത്തവണത്തെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രിയോടൊപ്പം കൃഷിമന്ത്രി പി പ്രസാദ്, മന്ത്രിമാരായ കെ രാജൻ, KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ എന്നിവരും പച്ചക്കറി തൈ നട്ട് പദ്ധതിയുടെ ഭാഗമായി. ഓരോ വർഷവും പദ്ധതി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വഴുതന, വെണ്ടയ്ക്ക, തക്കാളി തുടങ്ങിയ വിവിധയിനം പച്ചക്കറി തൈയും വിത്തും കൃഷിയുടെ ഭാഗമായി ചട്ടികളിൽ പാകി. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തന്നെയാണ് പച്ചക്കറികളുടെ മേൽനോട്ടവും നിർവഹിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 193, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 320, കുരുമുളക് ഗാർബിൾ 68,800, കുരുമുളക് അൺഗാർബിൾ 66,800, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 32,000, കൊപ്ര 21,900, ചുക്ക് 22,500.